ഇപ്പോഴത്തെ സീരിയൽ പോലെ അല്ലല്ലോ, കുറെ കൂടെ കഥകൾക്ക് അതാ ഞാൻ പ്രാധാന്യം. പറഞ്ഞു, അന്ന് സിനിമ പോലെ തന്നെയായിരുന്നു. സ്റ്റോറി ഡിസ്കഷനും സ്ക്രിപ്റ്റ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സീരിയസ് ആയിട്ടാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു സീരിയലിൽ നമ്മളെ വിളിക്കുന്നു, ആ മനുഷ്യട്ടാ ഇന്ന സീരിയലിൽ നായികയുടെ അച്ഛനാണ് അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കയ്യിൽ നിന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വെക്കാറേ ഇല്ല. കാരണം എന്താ അറിയോ, ഇത് എപ്പോഴാണ് ട്രാക്ക് മാറുന്നത്, എപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. 10ഉം 15ഉം ദിവസം വർക്ക് ചെയ്തിരുന്ന സീരിയലിൽ ചിലപ്പോൾ പെട്ടെന്ന് ബ്രോ എന്ന് പറഞ്ഞിട്ട് 5 ദിവസമാവും, പിന്നെ 2 ദിവസമാവും. ഈ ക്യാരക്ടറിന്റെ ട്രാക്ക് അങ്ങ് മാറി 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 പോകും മെഗാ സീരിയൽ. അതുകൊണ്ട് അങ്ങനെ ഓവറായിട്ട് ഒരു എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ കിട്ടി, ഒരു മെഗാ സീരിയൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എക്സെപ്റ്റ് ഹീറോ ഹീറോയിൻ. ഇന്നത്തെ അവസ്ഥയിൽ അതാണ്. അല്ലെങ്കിൽ വില്ലത്തി അല്ലെങ്കിൽ വില്ലൻ, അങ്ങനെയുള്ളൊരു സംഭവം. വില്ലൻ ഇല്ലല്ലോ ഈ സീരിയൽസിനെ സംബന്ധിച്ച്. വില്ലൻ ഇല്ല, വില്ലത്തിമാരേ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ സീരിയലിന്റെ ഒരു അവസ്ഥ. ഇപ്പൊ നമ്മള് എന്താ പ്രകാശ് വർമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ, ഈ പ്രകാശ് വർമ്മ എന്നൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ ശ്രദ്ധിക്കുന്നത് തുടരും. അല്ല, പ്രകാശിനെ സംബന്ധിച്ച് എനിക്കറിഞ്ഞൂടാ അവൻ ഇതുവരെ ആക്ടിങ്ങിന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇല്ല. എനിക്കില്ല. അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതോ ഇന്റർവ്യൂല്. പക്ഷെ അസിസ്റ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ ശരിക്കും ലാലേട്ടന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു ജോർജ് സാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ നല്ല അസലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞെട്ടിയോ അഭിനയിക്കുമോ എന്നുള്ള കാര്യം? അതെ, അല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നല്ല ക്യാരക്ടർ. അതോ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. എന്നെയാണ് ഓരോരുത്തർ വിളിക്കുന്നത്. പ്രകാശിന്റെ നമ്പർ പലർക്കും ഇല്ലാത്തതുകൊണ്ട് ഈ എന്നോട് പല പോലീസ് ഓഫീസേഴ്സ്, എൻ്റെ സുഹൃത്തുക്കൾ DCP മാരും SP മാരും ഒക്കെ വിളിച്ചിട്ട് അടിപൊളിയായിരിക്കുന്നു, അനിയൻ അടിപൊളിയായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട്.